بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض، مثل نوره كمشكاة فيها مصباح. المصباح في زجاجة، الزجاجة كأنها كوكب ضري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية، يكاد زيتها يضيء ولو لم تمسسه نار. نور على نور، يهدي الله لنوره من يشاء ويضرب الله الأمثال للناس، والله بكل شيء عليم. في بيوت أذن الله أن ترفع ويذكر فيها اسمه، يسبح له فيها بالغدو والآصال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة، يخافون يوما تتقلب فيه القلوب والأبصار، ليجزيهم الله أحسن ما عملوا ويزيدهم من فضله، والله يرزق من يشاء بغير حساب. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع أعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحباك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ,
ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഈ പ്രദേശത്ത് സാധാരണയായി നടന്നു വന്നിരുന്ന വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള വഅദ് വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ കുറഞ്ഞ ഭാഗങ്ങൾ വിശദീകരിച്ച് നിർത്തിവെച്ചതാണ്. അതിൻ്റെ ബാക്കി എന്നോണമുള്ള ഭാഗങ്ങൾ ഒരുപാട് വിഷയങ്ങൾ അർഹിക്കുന്ന, ഓരോ ആയത്തുകളും ഒരു ദിവസം തന്നെ ധാരാളം മണിക്കൂറുകൾ എടുത്ത് പറയേണ്ട വിശദീകരണങ്ങളാണ് ഖുർആൻ പണ്ഡിതർ നൽകിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ സൂറത്തിൻ്റെ വിശദാംശങ്ങൾ എവിടെയും എത്തിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു അറിവിൻ്റെ മഹാസമുദ്രമാണ്. എത്ര വിശദീകരണങ്ങൾ നടത്തിയാലും പിന്നെയും പഠിച്ചു നോക്കുമ്പോൾ ഇനിയും പറയാനും പഠിക്കാനും ധാരാളം ബാക്കിയുണ്ടാകും. ആ രൂപത്തിലുള്ള ഒരു ഇൽമ് അത് ഖുർആനിന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയധാരകൾ എപ്പോഴും എല്ലാ കാലത്തോടും എല്ലാ വിഷയങ്ങളോടും ചേർന്ന് നിൽക്കാനും മറുപടി പറയാനും ഉത്തരം ചെയ്യാനും പര്യാപ്തമായ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം. സൂറത്തുൻ നൂറിലെ 35-ാം സൂക്തമാണ് നാം തുടക്കത്തിൽ ഓതിവെച്ചത്. മുഅ്മിനീങ്ങളായ ആണും പെണ്ണും വിശ്വാസിനികൾ അവരുടെ ഖൽബിനെ അല്ലാഹു തആല ഉദാഹരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഉപമകൾ, ഉദാഹരണങ്ങൾ ഏറെ ചിന്തിക്കാനും പഠിക്കാനുമുള്ളതാണ്. ചെറിയ ആയത്തിൽ അല്ലാഹു പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാനും പകർത്തിയെടുക്കാനും നമുക്ക് കഴിയും. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറ് അല്ലാഹുവാണ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാസകലം നൂറിനെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും എല്ലാ ഭാഗങ്ങളിലും നൂറ് നൽകിയതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ചിലര് നൂറ് എന്നതിന് മുനവ്വിർ, പ്രകാശിപ്പിച്ചവൻ എന്നും അർത്ഥം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ ഒരു വലിയ വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മളൊക്കെ രാവും പകലും മുന്നോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടാണ് എന്ന് വിശ്വസിച്ചു പോകരുത്. പകലും രാവും മുഴുവനും ഇരുട്ട് ബാധിക്കുന്ന ഒരു സന്ദർഭം ഇവിടെ സംജാതമാകാനുണ്ട്. സൂര്യഗോളം ചുരുട്ടപ്പെട്ട് നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴുന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് മുഴുവനും ഇരുട്ട് മാത്രമാണ്. ഏറ്റവും വലിയ ഇരുട്ട് അനുഭവിക്കുന്നത് പാരത്രിക ലോകത്താണ്. അവിടെ അള്ളാഹു നൂറ് നൽകുന്നത്, വെളിച്ചം, പ്രഭ, പ്രകാശം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും. നൂറ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണം തിരിയല്ലോ. നൂറ് നൽകുന്നത്
ഒരേ ഒരു വിഭാഗത്തിനാണ്. അത് മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് മാത്രമാണ്. വേറെ ആർക്കും അല്ലാഹുവിന്റെ നൂറ് നൽകുകയില്ല. മുഅ്മിനീങ്ങൾക്ക് നൽകിയ നൂറിൽ നിന്ന് അല്പം കിട്ടാൻ വേണ്ടി വളരെ ആർത്തിയോടെ കൊതിയോടെ പിന്നാലെ വന്ന് കേണപേക്ഷിക്കും മുനാഫിക്കുകൾ. പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. നല്ല നൂറുമായിട്ട് വിശ്വാസികൾ ഇങ്ങനെ ബന്ധം കടന്നു പോകുമ്പോ മുനാഫിക്കുകളായ ആണും പെണ്ണും വിളിച്ചു പറയും, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നൂറിൽ നിന്നൊരു ശകലം ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കട്ടെ. വല്ലാത്തൊരു പരിഭ്രമാവസ്ഥയിലാണ് അവരാ ചോദിക്കുന്നത്. പക്ഷേ ഈമാനില്ലാത്തതിന്റെ പേരിൽ ഒരു ശകലം നൂറ് പോലും വിശ്വാസികൾ കൊടുക്കില്ല. മുഅ്മിനീങ്ങൾ പറയുന്ന മറുപടി, ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറാ, പിറകോട്ട് പോകൂ, പിന്തിരിഞ്ഞു പോകൂ, കിട്ടാവുന്നിടത്ത് വെച്ച് നൂറ് വാങ്ങിക്കോളൂ, ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ നൂറിൽ നിന്ന് ഒരു ഇഞ്ച് നിങ്ങൾക്ക് തരില്ല. ഓ സഹോദരങ്ങളെ, ആ നൂറ്, ആ വെളിച്ചം, ആ പ്രകാശം ഇവിടെ നമ്മൾ എന്തിനോട് ഉപമപ്പെടുത്തും? ഈമാനികമായിട്ട് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആ നൂറിനെ ഏത് വെളിച്ചത്തോടാ നമ്മൾ ഉപമപ്പെടുത്താൻ ഇവിടെയുള്ളത്? പര്യാപ്തമായ ഒന്നും ഈ ലോകത്ത് കാണാൻ കഴിയുന്നില്ല. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനോട് ഉപമിക്കാൻ പറ്റുന്ന എന്താ ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ടാണ് അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂർ. അങ്ങയെക്കുറിച്ച് ഷംസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പൗർണമി ബദറുൻ എന്ന് പറഞ്ഞാൽ അതും ശരിയാകില്ല. അന്ത നൂറുൻ ഫൗക നൂർ. ആ ശംസിനും നൂറിനും അല്ലാഹു നൂറ് നൽകാൻ ഏറ്റവും വലിയ സബബ്, ഏറ്റവും വലിയ വസീല അവിടുന്നാണ്. അതുകൊണ്ട് അങ്ങയെപ്പറ്റി പറയാൻ അന്ത നൂറുൻ ഫൗക നൂർ. ഈ ആയത്തിലും പറയുന്നുണ്ട് നൂറുൻ അലാ നൂർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ നൂറ്, അതിന്റെ വർധനവ് മനസ്സിലാക്കി തരാൻ കഴിയില്ല സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാമിന്റെ കവളിന്റെ ചെറിയൊരു ഭാഗം അത്രേ കണ്ടിട്ടുള്ളൂ. സലീഹയെ വിമർശിച്ച സ്ത്രീകൾ, സഹോദരിമാർ, 10-40ഓളം സഹോദരിമാരെ സലീഹ വിളിച്ചു വരുത്തിയിരുന്നു വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക്. എല്ലാവരും ഇങ്ങനെ വരിയായി നിൽക്കുമ്പോ ഉഖ്റുജ ഇലൈഹിന്ന, അവരിലേക്കൊന്ന് പുറപ്പെടാൻ യൂസുഫ് അലൈഹിസ്സലാമിനോട് ഉത്തരവിട്ടു. യൂസുഫ് അലൈഹിസ്സലാം അവര് പോകുമ്പോ നേർക്കുനേരെ അവരെ ഫേസ് മുഴുവനും കാണുന്നില്ല, ഒരു ഭാഗം മാത്രം. ആ ഒരു ഭാഗത്തിന്റെ ജമാലിയത്ത് മാത്രം, സൗന്ദര്യം മാത്രം ആകർഷിച്ച് അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന, അവർക്കിത് വല്ലാത്തൊരു സംഭവമായി അവരെ മനസ്സിൽ വന്നു. എന്താ റബ്ബേ ഞങ്ങൾ ഈ കാണുന്നത്? എന്നിട്ട് ആ നൂറിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട്, അതിന്റെ പരിധി നിശ്ചയിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ പറഞ്ഞു, മഹാദാ ബശറൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഇതൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റൂല. കാരണം ഇമാതിരി ഒരു സൗന്ദര്യം ഒന്നും ഒരു മനുഷ്യന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊരു മലക്ക് തന്നെ പറയേണ്ടി വരും. അതിന് മാത്രം വലിയ പ്രഭ, അതിനേക്കാളും വെളിച്ചമുണ്ട്, നൂറുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇരുന്ന സ്ത്രീകൾ മുഴുവനും കൈമുറിച്ചിട്ടുണ്ട്, വിരല് മുറിച്ചിട്ടുണ്ട്. 10-12ഓളം സഹോദരിമാര് സ്പോട്ടിൽ അവിടെ വെച്ച് മരിച്ചിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായതുകൊണ്ട് പലരും ആ ഒരു രൂപഭാവം അറിഞ്ഞില്ല. സ്വന്തം ശരീരത്തിന്റെ ഭാഗമാണ് മുറിക്കുന്നതെങ്കിലും അവരുടെ മനസ്സിലേക്ക്, അവരുടെ ശരീരത്തിലേക്ക് കൂടുതൽ പ്രവഹിച്ചത് അവരുടെ ശരീരം കൊള്ളുന്ന വേദനയേക്കാൾ കൂടുതൽ അവർ കാണുന്ന ഈ സൗന്ദര്യത്തിന്റെ വർധനവാണ്. ആ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് അവരെ മുന്നിൽ വല്ലാതെ അവരെ പരിഭ്രമിപ്പിച്ചത്.
അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഒരു ചെറിയ പ്രാണി കടിക്കുമ്പോഴേക്ക് വേദന കൊണ്ട് പുളയുന്ന ആളുകളല്ലേ ഈ മനുഷ്യർ. ഒരു ചെറിയ കൊതുക് വന്ന് കടിക്കുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുന്നവരാണ്. പക്ഷേ സാഹസികമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടും അതറിയാത്ത ഒരു പരുവത്തിലേക്ക് എത്തിയെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമാലിയത്ത് എങ്ങാനും ഈ സഹോദരിമാര് കണ്ടിരുന്നുവെങ്കിൽ ലവീമാ സലീഖ ലൗ റഅയ്നാ ജബീനഹു ലആഥർന ബിൽ ഖത്ഇൽ ഖുലുബാ അലൽ അയ്ദി. കൈയെല്ലാവരും മുറിക്കുക. ലആഥർന ബിൽ ഖത്ഇൽ ഖുലൂബ്, കരളങ്ങ് മുറിച്ചു പോകും. അഥവാ ആ പ്രകാശ കിരണങ്ങളിൽ ഒന്നുപോലും ഉൾക്കൊള്ളാൻ കഴിയാതെ പെട്ടെന്ന് അവർക്ക് അറ്റാക്ക് സംഭവിച്ചു പോകും. നമുക്ക് പ്രകാശങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് തട്ടുന്നതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ശബ്ദങ്ങൾ കേൾക്കുന്നതിന് തരംഗങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരു വിസ്ഫോടനം സംഭവിച്ചാൽ എത്ര ആളുകൾ അതിന്റെ ശബ്ദത്തിന്റെ ഭയാനകത കൊണ്ട് മരിച്ചു പോകുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് വല്ലാത്തൊരു ബോംബങ്ങ് പൊട്ടിയാൽ എന്തെങ്കിലും ഒരു ടെൻഷനുമായി നിൽക്കുന്ന മനുഷ്യനാണെങ്കിൽ ഉടനെ തന്നെ അത് ഹൈറേഞ്ചിലെത്തിയാളെ കഥ കഴിഞ്ഞു. നമുക്ക് പരിധിയും പരിമിതിയും ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത്, അവിടുത്തെ ജലാലിയത്ത് എന്ന ബഹുമാനം കൊണ്ട് അല്ലാഹു ഒന്ന് മറച്ചു വെച്ചതാണ്. എന്തിന്? സ്വഹാബത്തിന് ദീന് പഠിക്കാൻ, സ്വഹാബിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ. നേർക്കുനേരെ അല്ലാഹു തആല തങ്ങ് വെളിവാക്കിയിരുന്നുവെങ്കിൽ ഒരൊറ്റ കുട്ടിക്കും ആ മുഖത്തേക്കൊരു നോട്ടം പോലും നോക്കാൻ കഴിയില്ല. അത്രമാത്രം വലിയ സൗന്ദര്യമാണ്, നൂറാണ് അവിടത്തേക്ക് നൽകിയത്. അല്ലാഹു തആല ഈ ആയത്തിൽ അതും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി. അല്ലാഹു നൽകുന്ന നൂറിന്റെ ഉപമ, അല്ലാഹു നൽകുന്ന നൂറിന്റെ ഉപമ. നമുക്കൊക്കെ അല്ലാഹു നൽകിയ നൂറെന്ന് പറയുന്നത് ഈമാനാണ്, ഹിദായത്താണ്. അല്ലാഹു തആല ദായിമാക്കി തരട്ടെ. അതിന്റെ അവസ്ഥയിൽ അല്ലാഹു നമ്മൾ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ആ ഹിദായത്ത്, ആ നൂറ് കെട്ടുപോകാതെ സൂക്ഷിക്കാനും ഈ ആയത്തിൽ ഉപദേശം ഉണ്ട്. മസലു നൂരിഹി, ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന നൂറിന്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്, ആ വിളക്കുമാടത്തിൽ ഒരു നല്ല വിളക്കുണ്ട്. അൽ മിസ്ബാഹു, വിളക്കുമാടത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിളക്ക് ഫീ സുജാജ, ഒരു സ്ഫടികത്തിലാണ്, ഒരു പളുങ്കിലാണ്. അസ്സുജാജത്തു, സഹോദരന്മാരെ, ഈ അസ്സുജാജത്തു എന്നതിന് 3 ആശയങ്ങൾ കൊടുക്കണം. ഒന്ന്, നല്ല പളുങ്കിലായിട്ട് വിളക്കുമാടത്തിന്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക്. സാധാ വിളക്കല്ല. ഇവിടെ ഒരു വിളക്കങ്ങ് കത്തിച്ചാല് വിളക്കുമാടത്തിന്റെ ഉള്ളിൽ കത്തിക്കുന്നത്ര പ്രകാശം ഉണ്ടാകൂല. പഴയ കാലത്തെ വീടുകൾക്കൊക്കെ വിളക്ക് വെക്കാൻ ഒരു മാടമുണ്ടാകും. ഇപ്പൊ വിളക്കില്ലാത്തതുകൊണ്ട് മാടമില്ലാതിരിക്കാണ്. വിളക്കുമാടമുണ്ടാകും പഴയ തറവാട്ട് വീടുകൾക്ക്. അതിലൊരു വിളക്ക് കത്തിച്ചാൽ ആ റൂം മുഴുവനും നല്ല വെളിച്ചുണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ, ഓഫീസുകളിലൊക്കെ വിളക്കുമാടത്തിന്റെ ഉള്ളിലായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ, മേശപ്പുറത്തും മറ്റും വെക്കുന്നത്. ആ മേശപ്പുറത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ലവണ്ണം പ്രകാശങ്ങൾ, വെളിച്ചങ്ങൾ കിട്ടാൻ, അത് അവിടത്തേക്ക് ഒതുങ്ങിക്കിട്ടാൻ ഒരു പ്രത്യേക പാത്രത്തിന്റെയോ ഒരു ഡപ്പയുടെയോ ഉള്ളിലാക്കിയിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ രൂപത്തിൽ വിളക്കുമാടത്തിന്റെ ഉള്ളിലുള്ള വിളക്കിന് നല്ല വെളിച്ചമുണ്ടാകും. ആ വിളക്കുമാടത്തിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കോ അത് സ്ഫടികത്തിലാണ്. അപ്പൊ പ്രകാശം ഒന്നുകൂടി കൂടി. അല്ലാഹു ആ വിളക്കിനെ ഉദാഹരിച്ചത് കൗക്കബുൻ ദുദ്ദിയുൻ, നല്ല പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം പോലെ കൂട്ടിക്കോളൂ. ചില നക്ഷത്രങ്ങൾ കണ്ടില്ലേ എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിലതിന് ടൈമുണ്ട്, ചിലത് രാത്രി മുഴുവനും സദാസമയത്തും ഇങ്ങനെ വെളിച്ചം കാണിച്ചു കൊണ്ടിരിക്കും. യൂഖദു മിൻ ശജറത്തിൻ മുബാറക, ഈ വിളക്ക് കത്തിക്കപ്പെടുന്നു. മിൻ ശജറത്തിൻ മുബാറക,
ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്ന്, ആ മരത്തിൽ നിന്നുള്ള എണ്ണയിൽ നിന്നാണ് കത്തിക്കപ്പെടുന്നത്. അഥവാ സൈത്തൂനത്തിൻ, ഒലീവെണ്ണയിൽ നിന്ന്, സൈത്തൂൻ എണ്ണയിൽ നിന്ന്. ഖുർആന് നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞൊരു എണ്ണയാണ് അത്. പക്ഷെ അത് നമ്മളെ ആൾക്കാർക്ക് ആർക്കും വേണ്ട. ഇനി ഗൾഫിൽ നിന്ന് ഒരാൾ വന്നൊരു ജയ്ത്തൂനെണ്ണ കൊടുത്താലും അതെവിടെങ്കിലൊക്കെ ഒരു കാഴ്ച വസ്തുവായിട്ട് പോകും. നമ്മൾ പലരും ചേർത്തിട്ട് ഇങ്ങനെ ഒരു തുള്ളി അങ്ങോട്ട് ഉറ്റിച്ചാൽ എന്തൊരു മണല്ലേ, ആ നല്ല ഫ്ലവർ, മറ്റേ ഫ്ലവർ, മറിച്ചേ ഫ്ലവർ, ഉള്ള മായം മുഴുവനും വാങ്ങിക്കൂട്ടും. ശരീരത്തിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തീർത്തു പറഞ്ഞതാണ്. സൈത്തൂൻ കായയും സൈത്ത് എണ്ണയും രണ്ടിലും ഒരുപാട് വിഷയങ്ങൾക്കുള്ള ശിഫ ഉണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, സൈത്തൂൻ മരത്തെ പറ്റി അല്ലാഹു ഷജറത്തുൻ മുബാറക എന്നാ പറഞ്ഞത്. നമ്മൾ സൈത്തൂൻ കായ കയ്യിൽ കിട്ടിയെ കുറച്ചു നേരം നോക്കിയിട്ട് ഒന്നിങ്ങനെ, ഇതിനെന്തൊരു മധുരമൊന്നുമില്ലല്ലോ, നമുക്ക് മധുരം വേണം, മധുരം പറ്റാത്തവർക്കും മധുരം വേണം, ചായലല്ലേ പറ്റാത്തുള്ളൂ, മധുരം വേണം. സൈത്തൂൻ കായക്കയുടെ മധുരം അതിന് വേറെ രുചിയാണ്. പക്ഷെ അത് ആരോഗ്യത്തിന്, മനുഷ്യന്റെ പ്രതിരോധ ശക്തിക്ക്, അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലെ ഉണർവിന്, ഉന്മേഷത്തിന് നല്ല വസ്തുവാണ്. നല്ല ബറക്കത്തുള്ള മരത്തിൽ നിന്ന് ലഭിക്കുന്ന നല്ല കായ്ക്കനികൾ. സഹോദരിമാരെ, കൂട്ടാൻ ഉപയോഗിക്കാൻ ചേർക്കേണ്ട എണ്ണ ഇതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ സ്വതസിദ്ധമായ വെളിച്ചെണ്ണ തിരക്കെടില്ല എന്നൊക്കെ. ബാക്കിയുള്ള കൂട്ടിക്കലർത്തലുകളാണ് സജീവമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയാ നിങ്ങൾ കരുതിയത്? എന്തെല്ലാമാണ് അതിൽ വരുന്ന ദോഷവശങ്ങൾ എന്നറിയും. ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല, ഒന്നും രണ്ടൊന്നല്ല. എന്നിട്ട് ശരീരത്തിന്റെ നമ്മുടെ ഞരമ്പുകൾ, കെണുപ്പുകൾ എല്ലാ ഭാഗങ്ങളിലും വീക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണ ശരിയാകാത്തതാണ്. നെയ്യ്, നമ്മുടെ നാട്ടിൽ പശുവിൻ നെയ്യ് ആരാ ഉപയോഗിക്കുക? ഒരു വിഭാഗം മാത്രമാണ് അധികം ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ ആയിരിക്കും ഞാൻ കരുതുന്നത്, അല്ലേ? പ്രസവിച്ചെടുക്കുന്ന സഹോദരിമാർ. എന്താ, ബാക്കി ആർക്കത് പറ്റൂലേ? ബാക്കിയുള്ളവർക്കൊന്നും അത് പറ്റൂലേ? അതിലെന്തെങ്കിലും ഒന്ന്, ഒരു ഉള്ളിയും കുറച്ച് കടവൊക്കെ എടുത്ത് വറുത്ത് വേവിച്ചു, നല്ല ടേസ്റ്റാണ്, ശരീരത്തിന് യാതൊരു കേടുമില്ല. പിന്നെ നമുക്ക് കേടായി തോന്നാൻ കാരണം എന്താണെന്നറിയാം? ചിലർക്ക് ഇംഗ്ലീഷ് ഗുളിക മാത്രം കുടിക്കുമ്പോൾ, ആയുർവേദ ഗുളിക കുടിക്കുമ്പോൾ ഒരു മാറ്റം വരുമല്ലോ. ആ മാറ്റത്തില്ല, കാരണം പഴയത് കുറെ അങ്ങ് പിടിച്ചുപോയി ശരീരത്തിൽ. അപ്പൊ ഇത് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നും ഇതുകൊണ്ടായിരിക്കും ആ വേദന, ആ വയറിളക്കം, ആ തലവേദന, അങ്ങനെ തന്നെ ഒഴിവാക്കുക. അതങ്ങ് കണ്ടിന്യൂ ആയിക്കൊണ്ടായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം നേച്ചുറലാണത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വളരെ സന്തോഷകരമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി പഠിപ്പിക്കുന്ന ഒന്നാണ് പാല്. സൂറത്തുൻ നഹ്ലിൽ പാലിനെ പറ്റി എന്തൊരു വിശദീകരണം അള്ളാഹു നൽകിയത്. സഹോദരങ്ങളെ, ആ പാലിൽ നിന്ന് എന്തെല്ലാമാണ് അള്ളാഹു തആല നൽകുന്നത്. പാലിന്റെ വരവ് ആലോചിച്ച് നോക്കുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. മിൻബൈനി ഫർത്തിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. എവിടുന്നാ പാല് വരുന്നത്? ഒരു ഭാഗത്ത് ഫർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ വിസർജിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു അറ, ഇപ്പുറത്ത് ദമ്, രക്തത്തിന്റെ അറ, അതിന്റെ ഇടയിലൂടെ അല്ലാഹു തആലാന്റെ ഖുദ്റത്ത്, ലബനൻ ഖാലിസൻ, ആ ചുവയും ഇല്ല ഈ ചുവയും ഇല്ല, നല്ല കറക്റ്റ്, നല്ല കലർപ്പില്ലാത്ത ശുദ്ധമായ പാൽ. സായിഗൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് വലിയ ബറക്കത്തുള്ള, വലിയ ഗുണഫലമുള്ള, ഒരുപാട് ഗുണമുള്ള പാനീയം. അതല്ലേ പാലിനെ പറ്റി പറഞ്ഞത്, സായിഗൻ ലിശാരിബീൻ. ആ പാല് 1, 2, 3, 4 തവണ പല ഐറ്റംസ് ആയി മാറും. നമ്മളെ വീടുകളിലൊന്നും ഇപ്പൊ മന്തങ്കോൽ ഉണ്ടാവില്ല. പഴയ കാലത്ത് മന്തങ്കോൽ അവിടെ അറിയില്ലേ? ആ, ഇവിടെ വേറെ ഭാഷ നിങ്ങൾക്ക് ചോദിച്ചാൽ
മന്ദംകോലില്ലേ, അതിപ്പോ കുട്ടികൾ ചോദിച്ചോക്കും മന്ദംകോൽ അറിയാം എന്താണ്, അത് കളിക്കണ ബാറ്റാണോ ചോദിക്കും കുട്ടികൾ. പഴയ കാലത്തെ വീടുകളിലൊക്കെ അതുണ്ട്. ഒരു 2 ലിറ്റർ പാല് കിട്ടിയാൽ അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാകും. ആ ഉണ്ടാക്കുന്നതൊക്കെ ശരീരത്തിന് ഗുണഫലമാണ്. തൈരാകട്ടെ, മോരാകട്ടെ, അതിൽ നിന്ന് ഉറ ഊറ്റി വെച്ചിട്ട് നെയ്യാകട്ടെ, എന്താകട്ടെ, വെണ്ണയാകട്ടെ, ഒക്കെ ഉപകാരം. അതാണ് നമ്മൾ കഴിക്കേണ്ടത്, അതാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ ശരീരത്തെ വിൽക്കാൻ പറ്റിയ വസ്തുവായിട്ട് പലരും കണ്ടപ്പോ നമ്മളൊരു ഉപഭോഗ വസ്തുവായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർത്തും അതാ. കാരണം വെളിച്ചെണ്ണയിൽ പലതും ഉണ്ടാക്കിയാൽ സ്മെല്ല് കുറവായിരിക്കും. പൊരിച്ചാലും എന്താ സ്മെല്ല് ഉണ്ടാവൂല. അല്ലാത്തതിലൊന്ന് പൊരിച്ചു നോക്കി, മണം തന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ ഇനി അത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാകും കണ്ട. അപ്പൊ ആളുകളെ മൂക്കും മണം അങ്ങോട്ട് അടുപ്പിച്ചാൽ പിന്നെ സംഗതി ചെലവായി. പക്ഷെ ആ ചെലവാകുന്നത് കൊണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നേച്ചുറലായിട്ട് ഉപയോഗിച്ചാലോ ഒരു കുഴപ്പമുണ്ടാകൂല. നമ്മൾ അതാണ് ശീലിക്കേണ്ടത്. ചിലർ പാല് കുടിക്കൂല, പാല് കുടിക്കണം, പാല് കുടിക്കൽ സുന്നത്താണ്. ചിലർക്ക് പറ്റാത്തോണ്ടായിരിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നിപ്പോ മിറാജിന്റെ രാവല്ലേ, ഇന്നത്തെ രാവിലെ അന്ന് മസ്ജിദുൽ അഖ്സയിലും അതുപോലെ തന്നെ ആകാശലോകത്തും സ്വീകരണം നൽകിയപ്പോ തങ്ങൾ കുടിക്കാൻ തെരഞ്ഞെടുത്തത് ഏതാ? പാലാണ്. അതേ പാല് മാത്രമല്ല കൊടുത്തിട്ടും അല്ല, അതിൽ 3 പാത്രത്തിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഖംർ, ഇവിടുത്തെ ഖംറല്ലേ, ഇവിടുത്തെ ഖംറല്ല, ഒന്ന് ഖംർ, മറ്റൊന്ന് വെള്ളം ഒരു പാത്രത്തിൽ, വേറൊരു പാത്രത്തിൽ പാല്. തങ്ങൾ പാല് സെലക്ട് ചെയ്തു. അപ്പൊ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്തർതൽ ഫിത്ര, വിശുദ്ധിയുടെ മാർഗം തങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെയും തങ്ങൾക്ക് നമ്മളോട് വന്നൊരു ഹുബ്ബ് വല്ലാത്ത ഹുബ്ബാണ്. പാലിങ്ങനെ കുടിച്ചിട്ട് കുറച്ച് അവിടെ ബാക്കി വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ പാത്രത്തിന്റെ അപ്പുറത്തുള്ള ഒരു പാത്രല്ലേ ഖംർ, അതാണ് തങ്ങൾ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ലഗവതു ഉമ്മതുക കുല്ലുഹാ, ആ ഖംറിന്റെ പാത്രമാ തങ്ങൾ സെലക്ട് ചെയ്തിരുന്നത് എങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമായിരുന്നു. ഇപ്പുറത്തുള്ള വെള്ളപ്പാത്രമാണ് തങ്ങൾ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവിടുത്തെ ഉമ്മത്ത് മുഴുവനും മുങ്ങിപ്പോകുമായിരുന്നു. വെള്ളം കൊണ്ടുള്ള വലിയ പരീക്ഷണങ്ങൾ സർവർക്കും ഉണ്ടാകുമായിരുന്നു. ആ പാല് മുഴുവനായി കുടിച്ചിരുന്നുവെങ്കിൽ മുഴുവനായും തങ്ങളുടെ ഉമ്മത്തിന് വലിയ സംശുദ്ധി ലഭിക്കുമായിരുന്നു. പാല് മുഴുവനായി കുടിക്കാതെ കുറച്ചതിൽ ബാക്കി വെച്ചപ്പോ ഇങ്ങനൊരു വർത്തമാനം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ, അതൊന്ന് തിരിച്ചു തരുമോ? ഇല്ല നബിയേ, ഖദ് ഖുളിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെട്ടുപോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചാവശ്യപ്പെടുന്നത് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാ സഹോദരങ്ങളെ. എന്റെ ഉമ്മത്തിൽ നിന്നൊരൊറ്റ എണ്ണവും വ്യതിചലിച്ചു പോകരുത്, മാർഗം പിഴച്ചു പോകരുത്. എല്ലാവരും സന്മാർഗസിദ്ധരായി തീരണം, നല്ല മാർഗത്തിലൂടെ ചലിക്കുന്നവരാകണം എന്ന് നമ്മേക്കാൾ ആഗ്രഹിച്ച നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സൈത്തൂൻ വൃക്ഷത്തിൽ നിന്നാണ്, അതിൽ നിന്ന് കിട്ടുന്ന എണ്ണ കൊണ്ടാണ് ഇത് കത്തിക്കപ്പെടുന്നത്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ആ മരത്തിനെ പറ്റി അല്ലാഹു തആല 2 വിശേഷണങ്ങൾ പറഞ്ഞു, 3 എണ്ണം. ഒന്ന് മുബാറക്കത്തിൻ, ബറക്കത്തുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് പാശ്ചാത്യനുമല്ല പൗരസ്ത്യനുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ വിവിധ തഫ്സീറുകളുണ്ട്. ഒന്ന്, മശ്രിഖ് ഭാഗത്തേക്ക് സൂര്യൻ പോകുമ്പോഴും മഗ്രിബ് ഭാഗത്തേക്ക് സൂര്യൻ വരുമ്പോഴും അതിന്റെ ആ സൂര്യന്റെ രശ്മികൾ തട്ടിയിട്ട് ഈ മരത്തിന് യാതൊരു കേടും സംഭവിക്കൂല. ചിലതിന് വൈകുന്നേര സമയത്തുള്ള വെയിൽ കൊള്ളാൻ പറ്റൂല, ചിലതിന് രാവിലെ സമയത്തുള്ള വെയിൽ കൊള്ളാൻ പറ്റൂല.
എന്നാൽ രണ്ട് സമയത്തുമുള്ള വെയിൽ കൊണ്ട് ഒരു ഉപദ്രവവുമില്ലാത്ത ഒരു കേടുമില്ലാത്ത നല്ല ബറക്കത്തുള്ള മരമാണ് സൈത്തൂൻ മരം. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഉദാഹരണം എന്താണ്? മുഅ്മിനായ മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന് നൽകിയ ഈമാനിനെ അള്ളാഹു ഉദാഹരിച്ചത് കമിഷ്കാത്തിൻ, അതൊരു വിളക്കുമാടം പോലെയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനെ, ആ ഖൽബിൽ നൽകിയ ഈമാനിനെ ഇങ്ങനെ ഉദാഹരിക്കുന്നു. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്, ആ ഖൽബിനാണ് ഇപ്പൊ അല്ലാഹു തആല വിളക്കുമാടം എന്ന് പറഞ്ഞത്. ആ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു നൽകിയ ഹുദയുണ്ടല്ലോ, ഈമാനുണ്ടല്ലോ, അതാണ് നല്ല ഏറ്റവും സ്ഫടികമായ മനസ്സിൽ അല്ലാഹു നൽകിയ ഈമാനാണ് വിളക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വീണ്ടും വീണ്ടും ആ വിളക്കിനെ കത്തിക്കുന്ന നല്ല തീപ്പൊരികൾ അതിലേക്ക് വന്നു ചേർന്നാൽ, എന്താണത്? ഇൽമും അമലും വന്നു ചേർന്നാൽ അതങ്ങനെ കത്തി പ്രോജ്വലിച്ച് അതിന്റെ യഥാർത്ഥ തലത്തിലേക്ക് എത്തിച്ചേരും. സഹോദരങ്ങളെ, കത്തിക്കാതെ തന്നെ അത് കത്തുന്നുണ്ടോ? കത്തുന്നുണ്ട്. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. യകാദു സൈതുഹാ യുദീഉ, ആ വിളക്കിന്റെ എണ്ണ അത് കത്തുന്നു, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. വലൗ ലം തംസസ്ഹു നാർ, ഒരു തീയും അതിനെ തൊടാതെ തന്നെ. അത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർന്നിട്ടില്ലെങ്കിലും ഈമാൻ അങ്ങനെ തന്നെ കേടാകാതെ നിൽക്കും. പക്ഷേ കേടാകുന്നത് ചേർന്നാലോ അത് നശിച്ചു പോകും. ആ ഈമാനിന് കൂടുതൽ വർധനവ് നൽകാൻ അമലും അതുപോലെ തന്നെ പറ്റുന്ന ഇൽമും അങ്ങോട്ട് കൂടി കിട്ടിയാൽ അനുദിനം അതങ്ങ് പ്രകാശിച്ച് നൂറുൻ അലാ നൂർ. അല്ലാഹു നൽകിയൊരു നൂറുണ്ട്, അല്ലാഹു നമുക്ക് നൽകിയൊരു നൂറുണ്ട്. അത് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താകുന്ന ഈമാനാണ്. അല്ലാഹു തആല നൽകിയിരിക്കുന്നത് സുന്ദരമായ ഖൽബിലാണ്. ആ ഖൽബിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ അങ്ങ് സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ശരിയായ നിലക്ക് നമ്മുടെ ഖൽബിലങ്ങോട്ട് വേരൂന്നിയ ആഴത്തിൽ പറ്റിയ ഈമാനാണെങ്കിൽ ആരെന്ത് ചെയ്താലും, ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് തരാമെന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ നൂറ് വിട്ടിട്ട്, ഈ ഹിദായത്ത് വിട്ടിട്ട് അതിന്റെ പിറകെ പോവുകയില്ല. പ്രയാസങ്ങൾ മാറ്റിത്തരാം, ആവശ്യങ്ങൾ നിറവേറ്റിത്തരാം, സങ്കടങ്ങളൊക്കെ തീർത്തു തരാം, നീ പോരുന്നുണ്ടോ? പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അല്ലാഹു നിനക്ക് നൽകിയ നൂറിലെ അത് അയച്ചു വെക്കണം. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സില്, അവന്റെ ഖൽബാകുന്ന വിളക്കുമാടത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല എണ്ണ കൊണ്ട് കത്തിച്ചു വെച്ച ആ വിളക്കാകുന്ന ഈമാൻ കെടാതെ സൂക്ഷിക്കാനുള്ളൊരു ബാധ്യത അല്ലാഹു തആല നമുക്ക് തരുന്നു. അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കണം. നൂറുൻ അലാ നൂർ. പക്ഷേ എല്ലാവരും അങ്ങനെ വർധനവ് ലഭിക്കുന്നവരാണോ? അല്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. യഹ്ദില്ലാഹു, അല്ലാഹു തആല നയിക്കും, അല്ലാഹു തആല ചേർക്കും. ലിനൂരിഹി, അവന്റെ നൂറിലേക്ക്, അവൻ നൽകുന്ന നൂറിലേക്ക്, പ്രകാശത്തിലേക്ക്. മയ്യശാഉ, അവൻ ഉദ്ദേശിച്ചവരെ. നമ്മൾ ഉദ്ദേശിച്ചവർക്കൊരു പക്ഷേ അങ്ങോട്ട് പോയിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല അത് നൽകും. നിങ്ങൾ നോക്ക്, ഈമാന് അനുദിനം പ്രകാശിപ്പിക്കണം. ഈമാൻ അനുദിനം ഇങ്ങനെ വെളിച്ചം കൂടിക്കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ ഏറ്റിത്തരട്ടെ. ചില മഹാന്മാര് പറഞ്ഞു, ഈമാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് നൽകിയ ഈമാനാണ് വിളക്കുമാടം. അതിൽ കത്തുന്ന വിളക്ക് എന്ന് പറഞ്ഞാല് ചിലര് പറഞ്ഞു എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനാണ്. അല്ലാഹു ദായിമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ്. വൽ ഖുർആനു ഫീ സദ്രിഹി, അവന്റെ മനസ്സിൽ അല്ലാഹു തആല നൽകിയ ഖുർആൻ, അതാണ് ആ വിളക്ക്.
അതങ്ങനെ നമ്മൾ പ്രത്യേകം ടോർച്ചടിച്ചില്ലെങ്കിലും അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, അതിനെങ്ങനെ പ്രകാശം ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെയോ ഒന്നുകൂടി ഓതാൻ ശ്രമിച്ചാലോ, പിന്നെയും പിന്നെയും മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ, പിന്നെയും പിന്നെയും പഠിക്കാൻ ശ്രമിച്ചാലോ അതങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതേ എണ്ണ ഒഴിച്ചാല് തീയങ്ങനെ കത്തുന്നത് പോലെ, എണ്ണക്കനുസരിച്ച് തീയങ്ങനെ വോൾട്ടേജ് കൂടിക്കൂടി കിട്ടുന്നത് പോലെ, ബാറ്ററിയിൽ നല്ലോണം വെളിച്ചമുണ്ടെങ്കിൽ, ബാറ്ററിയിൽ നല്ലോണം കത്താനുള്ള ഇന്ധനമുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടില്ലേ ലൈറ്റിന് വെളിച്ചം കൂടുന്നത്, അതേ രൂപത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ കത്തിച്ചു വെച്ച വിശുദ്ധ ഖുർആൻ, നമുക്ക് അല്ലാഹു നൽകിയ ഈമാൻ, ആ ഈമാനിനെ പരിപോഷിപ്പിക്കുന്ന ഖുർആൻ അതങ്ങനെ പഠിക്കുകയും ഓതുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അതിനനുസരിച്ച് ഈമാനിന്റെ പ്രഭ എങ്ങനെ കൂടിക്കിട്ടും. സുബ്ഹാനല്ലാഹ്. അതിനിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂഖദു മിൻ ശജറത്തിൻ മുബാറക, ബറക്കത്ത് ആക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നാണ് കത്തിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞില്ലേ? എന്താണ് ആ മരം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങളെ, ഇഖ്ലാസ് കൊണ്ടാണ് ശരിക്കും ഇങ്ങനെ കത്തിക്കേണ്ടത്. ഇഖ്ലാസായ നിലക്കുള്ള, മുഖ്ലിസായ നിലക്കുള്ള ഇബാദത്ത്, ആ ഇബാദത്ത് കൊണ്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കേടുവരാതെങ്ങനെ നല്ല നിലക്കിങ്ങനെ വിഷമങ്ങളൊന്നും തട്ടാതെ വളർന്നങ്ങനെ വരണം. അതേ സമയത്ത് പരിക്കുകൾ വരുമോ? പരിക്കുകൾ വരും. പക്ഷേ ഈ ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് ഉറപ്പിച്ചു നിർത്തണം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഫകദാലിക ഹാദൽ മുഅ്മിൻ, ഈ കത്തിക്കുന്ന വലയം സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകം വിളക്കുമാടത്തിന്റെ ഉള്ളില് ബറക്കത്താക്കപ്പെട്ട എണ്ണ ഒഴിച്ച് അത് സ്ഫടിക സമാനമായ രൂപത്തിൽ കത്തിച്ചു വെച്ച വളക്കില് ഇങ്ങനെ കത്തിക്കുന്നത് പോലെ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് ഫിത്നകളൊന്നും വരാതെ വലിയ കാവൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. അതിന് 4 കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈമാനും ഹിദായത്തും നിലനിന്ന് കിട്ടാൻ 100 ഒരു നിലക്കും കുറഞ്ഞു പോകാതെ നല്ല വെളിച്ചമുള്ള തെളിച്ചമുള്ള കൽബായി കിട്ടാൻ സർവ്വ ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടത് 4 കാര്യമാണ്. 1, ഇൻഖാല സദഖ, എന്തു പറഞ്ഞാലും സിദ്ഖ് പറയണം. എന്തു പറഞ്ഞാലും പറയുകയാണെങ്കിലും സത്യം പറയണം. വ ഇൻ ഹകമ അദലാ, എന്ത് വിധി നടപ്പിലാക്കിയാലും നീതിപൂർവമാകണം. ഏത് നിലക്ക് വിധിക്കുകയാണെങ്കിലും സ്വന്തത്തിനാകട്ടെ, കുടുംബത്തിനാകട്ടെ, മക്കൾക്കാകട്ടെ, അയൽക്കാർക്കാകട്ടെ, അന്യക്കാർക്കാകട്ടെ നല്ല നീതിയോടുകൂടെ വിധിക്കണം. വഇൻ ഉഅ്തിയ ശകറ, എന്ത് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാലും നന്ദി ബോധം വേണം. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അൽഹംദുലില്ലാഹ്, നന്ദി ബോധം. എത്ര ചെറുതാണ് കിട്ടിയതെങ്കിലും വലുത് കിട്ടിയാലും നന്ദി ബോധം വേണം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അവരൊക്കെ ശുക്ർ നോക്ക് നിങ്ങൾ. ഒരു രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ഒരു സിംഹാസനം, നമ്മളിരിക്കുന്ന ഒരു കസേര പോലെ കൂട്ടാൻ പറ്റൂലത്. കോടിക്കണക്കിന് വിലയുള്ളതാണ് ആ സിംഹാസനം. എന്താണ് ആ സിംഹാസനത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്? നല്ല വിലപിടിപ്പുള്ള മുത്തും രത്നങ്ങളും സ്വർണവും വെള്ളിയും തുടങ്ങി പലതുമാണ്. നമുക്കതിന്റെ ഏതെങ്കിലും ഒരു കല്ല് കിട്ടിയാൽ മതി, എന്നാ പിന്നെ റാഹത്തായിട്ട് അങ്ങനെ പോകാം. അത്രയും നല്ല വിലപിടിപ്പുള്ള ആ സിംഹാസനമാണ് അവിടുന്ന് കൊണ്ടുവന്നത്. അത് ഞൊടിയിടയിൽ മുന്നിലെത്തിയ സമയത്ത് കണ്ട ഉടനെ തന്നെ എന്താ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞത്? ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ കഴിവല്ല, എന്റെ ഉപ്പയുടെ കഴിവല്ല, എന്റെ ശിഷ്യന്റെ കഴിവല്ല, എന്റെ കൂടെയുള്ള ഔലിയാക്കളുടെ കഴിവല്ല. അവരുടെ കഴിവൊക്കെ ചെറിയ കഴിവാണ്. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്നൊരു ശകലമാണ്. അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായി അള്ളാഹു എനിക്ക് തന്നതാണ്. ലിയബ്ലുവനി അശ്കുറു അം അക്ഫുറു, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ
നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അള്ളാഹു എനിക്ക് തന്നതാണ്. ഓ സഹോദരന്മാരെ, മഹാന്മാരുടെ നന്ദി നല്ല രൂപത്തിലുള്ള സന്തോഷങ്ങളും സമ്മാനങ്ങളും വന്നാലും ഉണ്ട്, സങ്കടങ്ങൾ വന്നാലും അവർക്ക് ശുക്റുണ്ട്. അതല്ലേ അവരുടെ നന്ദിയുടെ ബോധം അത്ര വലുപ്പമുള്ളത്. എന്ത് തന്നെ നൽകപ്പെട്ടാലും ശുക്റിന്റെ ബോധം ഉണ്ടാകണം. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമ വേണം. അങ്ങനെ 4 കാര്യങ്ങൾക്കിടയിൽ പതറാതെ നല്ല ഉറപ്പോടെ നിൽക്കുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഖൽബാണെങ്കിൽ ഫഹുവ ഫീ സായിരിൻ നാസി കർറജുലിൽ ഹയ്യി യംശി ബൈന ഖുബൂരിൽ അംവാത്. ഈ 4 കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുറ്റിയുറപ്പുള്ള മുഅ്മിനായ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ നല്ല ജീവനോടെ നടക്കുന്ന ആളാണ്. അപ്പൊ മറ്റു മനുഷ്യന്മാരൊക്കെ എങ്ങനെ? മറ്റു മനുഷ്യന്മാരൊക്കെ ജീവച്ചവങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ഹയാത്തായിട്ട് നടക്കുന്ന ഒരാളെ പോലെയാണ്. മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ ഉച്ച സമയത്ത്, വൈകുന്നേര സമയത്ത് ആളുകൾക്കൊക്കെ കണ്ണ് കാണുന്ന സമയത്ത് തന്നെ ടോർച്ചടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അയാളെ പറ്റി, അദ്ദേഹത്തെ പറ്റി പൊട്ടൻ എന്നാരും പറയില്ല. കാരണം നല്ല കണ്ടെത്തലുകൾക്ക് അള്ളാഹു തആല കഴിവ് നൽകിയ നല്ല ശാസ്ത്രജ്ഞനാണ്. അയാളെ പറ്റി ഇങ്ങനെ പൊട്ടൻ എന്നറിയാം. അയാളെ ബുദ്ധിയുടെ വികസനം കൊണ്ട് ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അയാൾ. അള്ളാഹു നൽകിയ തന്നെയാണ്, സ്വന്തമുള്ള ബുദ്ധിയല്ലല്ലോ. അപ്പൊ അയാളെ പറ്റി ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അയാൾ ഇങ്ങനെ ടോർച്ചടിച്ച് നടക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താ തിരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ നോക്കാണ്. അപ്പൊ ഈ അങ്ങാടിയിൽ കാണുന്ന മനുഷ്യന്മാരില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഡെഡ് ബോഡികളാണ് എന്ന് പറഞ്ഞാൽ ജീവച്ഛവങ്ങളാണ് എന്നർത്ഥം. എന്തേ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യത്വത്തിന്റെ പൂർണ്ണതകൾ അവരിലൊന്നും എത്തിയിട്ടില്ല എന്നാണ് ആ വിദ്യാഭ്യാസ വിചക്ഷണൻ നോക്കുന്ന നോട്ടം. ഈ 4 കാര്യങ്ങൾക്കിടയിൽ നല്ലോണം കുറ്റെറുപ്പോടെ നടക്കുന്ന ഈമാനുള്ള ഖൽബാണെങ്കിൽ നുണ പറയാൻ പാടില്ല. നുണ പറഞ്ഞാൽ അതിനനുസരിച്ച് ഈമാൻ കുറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം നുണ പറയൽ, കളവ് പറയൽ മുഅ്മിനോടൊരു നിലക്കും ചേരൂല. ആരാ കള്ളം പറയുന്നതെന്നാ ഖുർആൻ പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അത് അവരിലേക്കേ ചേരുള്ളൂ. മുഅ്മിനോടൊരു നിലക്കും കദിബ് ചേരൂല, ഒരു നിലക്കും ചേരൂല, ഒരവസ്ഥയിലും ചേരൂല. എത്ര സന്നിഗ്ധ ഘട്ടമാണെങ്കിലും ചേരൂല. സിദ്ഖേ അവൻ പറയാനൊക്കും, സത്യമേ അവൻ പറയാൻ മുന്നോട്ട് വരുള്ളൂ, അതേത് രൂപത്തിലാണെങ്കിലും ശരി. രണ്ടാമതായി പറഞ്ഞിട്ടില്ല നിങ്ങൾ, നീതിബോധം. അത് വല്ലാത്തൊരു ബോധമാണ്. അതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നീതി നടപ്പിലാക്കിയ മഹാന്മാരുടെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര കറക്റ്റാണ് ഇസ്ലാമിന്റെ നീതിയുടെ പാഠം. അതിൽ കൂട്ടുകാർ എന്നോ കുടുംബക്കാർ എന്നോ അയൽക്കാർ എന്നോ മറ്റൊന്നോ വ്യത്യാസമില്ലാതെ എങ്ങനെയാണോ നയം, എങ്ങനെയാണോ സാക്ഷി, എങ്ങനെയാണോ തെളിവ്, അങ്ങനെ അങ്ങോട്ട് വിരിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെടുത്ത് ഒരു മുനാഫിക്കായ മനുഷ്യനും ഒരു യഹൂദിയായ മനുഷ്യനും രണ്ടുപേരും വന്നൊരു തർക്കം വെച്ചിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കാണും. ഒരു തർക്കത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എനിക്ക് അനുകൂലമായി വിധിക്കുന്നതാണ് മുനാഫിക്കിന്റെ അടുത്തുള്ളത്. ഞാൻ ഇടക്കിടക്കൊക്കെ നമ്മൾ പള്ളിയിൽ ഇങ്ങനെ കാണലുണ്ടല്ലോ, അതാണ് മുനാഫിക്കിന്റെ ചിന്ത. യഹൂദി പള്ളിയിൽ വരില്ലല്ലോ. ഏതായാലും വിധി എങ്ങനെയാലും എനിക്കായിരിക്കും, അങ്ങനെ കാഴ്ചപ്പാടാ ചെല്ലുന്നു. നിയമങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ഈ വിഷയത്തിൽ സത്യസന്ധമായ അവകാശം യഹൂദിക്കാണുള്ളത്. അപ്പൊ ഇയാൾ ദേഷ്യം പിടിച്ചു, മുനാഫിക്ക് ദേഷ്യം പിടിച്ചു. കാരണം മുനാഫിക്ക് ഉദ്ദേശിച്ചു പോയതെന്താ? ഇസ്ലാമിന്റെ നീതിത്വം അങ്ങനെയാണ്. എവിടെയാണ് തെളിവ്, എവിടെയാണ് സാക്ഷി, അതാരാകട്ടെ, എവിടെയാണ് കാര്യമുള്ളത് ഓൻക്ക് വിധിക്കും. ഇതിൽ മാറ്റൊന്നുമില്ല. അലി റളിയല്ലാഹുവിന്റെ ഒരു വിഷയത്തിൽ വിധി നടപ്പിലാക്കുന്ന അലി റളിയല്ലാഹു അന്നത്തെ ഖലീഫ. ഇന്നത്തെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി. അന്നത്തെ കോർട്ട് എന്ന് പറഞ്ഞാൽ ആ കോർട്ടിനെ നിയന്ത്രിക്കുന്നതല്ല ഖലീഫ. കോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ചലിക്കും. അത് ഖലീഫ ആയാലും വേണ്ടില്ല, ഖലീഫന്റെ ഖലീഫ ആയാലും വേണ്ടില്ല. അലി റളിയല്ലാഹുവിന്റെ വടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു വടി ഉണ്ടായിരുന്നു കയ്യിൽ. ആ വടി കാണാതായിട്ട് കുറെ തെരഞ്ഞു നടന്ന് മാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പോൾ ഒരാളെ കയ്യിൽ. അപ്പൊ അയാളാരാ? അയാൾ യഹൂദിയാണ്, ജൂതനാണ്. അലി റളിയല്ലാഹു അൻഹു എന്റെ വടി, നിങ്ങളെ വടിയോ? എന്റെ കയ്യിലുള്ള വടി നിങ്ങളെ വടി എന്ന് പറയാ, പോയിക്കോളി നിങ്ങൾ അവിടെ നിന്ന്. കൊടുത്തില്ല. അങ്ങനെ കേസ് ഫയൽ ചെയ്തു.
ഷുറൈഹുൽ ഖാളി എന്ന് പറയുന്ന ജഡ്ജി ആരെ കീഴിലാ ശമ്പളം വാങ്ങുന്നത്? ഖിലാഫത്തിന്റെ, അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കീഴിലാണ്, ഖലീഫയുടെ കീഴിലാ ശമ്പളം വാങ്ങുന്നത്. പക്ഷേ ആ ശമ്പളമൊന്നും വിധിയെ സ്വാധീനിക്കൂല. സത്യവും തെളിവും ഏത് പക്ഷത്താണോ അവിടെ വിധിക്കും. ഖലീഫന്റെ അടുത്തല്ലേ, ഖലീഫക്ക് പ്രതികൂലമായിട്ട് വിധിക്കും. അതാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെ രണ്ടുപേരും ഹാജരായി. യഹൂദിയും വന്നു, അലി റളിയല്ലാഹുവിനും വന്നു. അലി റളിയല്ലാഹു ആണല്ലോ ആദ്യം വാദിക്കുന്ന ആള്, മറ്റേ ആള് പ്രതിയാണ്. വാദിയോട് തെളിവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? ഈ വടി നിങ്ങളെ വടിയാണ്. അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, എന്റെ മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അതിന് സാക്ഷിയാണ്. ജഡ്ജി എണീറ്റ് നിന്നിട്ട് പറഞ്ഞേ, മക്കള് വാപ്പാക്ക് സാക്ഷിയെ കൂട്ടൂല. മക്കള് വാപ്പക്ക് സാക്ഷിയെ കൂട്ടൂല. അലി റളിയല്ലാഹു ചോദിക്കുന്നു, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ രണ്ട് മക്കള് സാക്ഷിക്ക് പോരാന്നോ? ജഡ്ജി പറഞ്ഞു, അവര് സ്വർഗത്തിലെ നേതാക്കളാന്ന് ഞാനും സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ നയെന്താ, നിയമെന്താ? ബാപ്പക്ക് സാക്ഷിയായിട്ട് മക്കളെ കൂട്ടൂല. വേറെ ആരെങ്കിലും ഉണ്ടോ? അടിമ സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ജഡ്ജി പറഞ്ഞു, അടിമ സ്ത്രീ നിങ്ങൾ പാടിക്കൊടുത്തല്ലാതെ പാടുവോ? നിങ്ങൾ അടിമ സ്ത്രീ അല്ലേ, പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല. അലി റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. ഇപ്പൊ എന്താ എഴുതി വെച്ചത്? മതിയായ തെളിവില്ല. അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾ തെളിവെന്താണ്? അദ്ദേഹം പറഞ്ഞു, കൈവശാവകാശം തന്നെ വലിയ തെളിവ്. വടിപ്പന്റെ കയ്യിലല്ലേ, ഇതിനേക്കാളും വലിയ തെളിവെന്താണ്? അതാ ജഡ്ജി വിധിക്കുന്നു, ഈ വടി അലി റളിയല്ലാഹുവിന്റേതാണെന്ന് തെളിയിക്കാൻ മതിയായ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ടും മറ്റേയാൾക്ക് കൈവശാവകാശം ഉള്ളത് കൊണ്ടും വടി അദ്ദേഹത്തിൻ്റെതായി പ്രസ്താവിക്കുന്നു. അലി റളിയല്ലാഹു പിറ്റേന്ന് മറ്റാളെ ഡിസ്മിസ് ചെയ്തോ? ഒഴിവാക്കിയോ? സസ്പെൻഷൻ ഉണ്ടാക്കിയോ? അങ്ങനെ സ്വാധീനം അവിടെ ഇല്ല. അതാണ് ശരിയായ നീതിശാസ്ത്രം. പുറത്തിറങ്ങിയപ്പോ യഹൂദി പറഞ്ഞു അലി റളിയല്ലാഹുവിനോട്, ഇസ്ലാമിന്റെ നീതിശാസ്ത്രം ഇത്രമാത്രം സൗന്ദര്യമുള്ളതാണ് ഞാൻ അറിയാൻ വൈകിപ്പോയി. നിങ്ങളെ വടി തന്നെയാണ്, പിടിച്ചോളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഒരൊറ്റ വടിയുടെ നീതി വിസ്താരണത്തിൽ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് ചെന്നെത്തിയത് ഷഹാദത്തിന്റെ മാധുര്യമാണ്. കലിമത്തു ഷഹാദയുടെ സൗന്ദര്യമാണ് ചെന്നെത്തിയത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നീതിയുടെ നിസ്തുല സൗന്ദര്യം കണ്ടിട്ടാണത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഒരു വടി കാരണം അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകില്ല, ഈ വടി സമ്മാനം എടുത്തോളി എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് സമ്മാനമായി തന്നു. അത് മാത്രം കണ്ട് അവിടെ ഒരു കുതിര, ഞാൻ കെട്ടിട്ട കുതിര, അതിനും കൊണ്ടേക്കൊള്ളി എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, വിധി നടപ്പിലാക്കിയാൽ എങ്ങനെ ലോകത്തൊക്കെ നടക്കുന്ന വിധി, എന്തെല്ലാം കാര്യങ്ങളിൽ സങ്കടമില്ലേ സഹോദരങ്ങളെ? പക്ഷെ മുസ്ലിമായ ഒരു മനുഷ്യൻ, ഞാനിത് പറയുമ്പോൾ ഉസ്താദെ ഞമ്മക്കിടയിൽ ഇങ്ങനെ വിധിയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒറ്റ സാമ്പിൾ പറഞ്ഞുതരാം. കുറെ പറയാൻ നേരല്ല, ആയത്തോടി വിശദീകരിക്കണം. ഒറ്റ സാമ്പിൾ, ഒരൊറ്റ ഉദാഹരണം. എല്ലാവരും ശ്രദ്ധിച്ചോളേ, നിങ്ങൾക്കൊക്കെ ആവശ്യം വരും. ഒരാൾ കല്യാണം കഴിച്ചു, 2 ആഴ്ച കഴിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടുവന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ അയാൾക്ക് ആ പെണ്ണിനെ വേണ്ടാന്ന് തോന്നി. എന്തോ അയാൾക്ക് പൊരുത്തക്കേട്, അയാൾക്ക് പറ്റുന്നില്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു മസ്ലഹത്ത് കമ്മിറ്റി കൂടി. 2 കൂട്ടരുണ്ട്, അപ്പുറത്തും പുറത്തും ആളുണ്ട്. കൂടി ചർച്ച ചെയ്യുമ്പോ ഈ പുതിയാപ്പളന്റെ വാപ്പ പറയാണ്, വാപ്പയും പക്ഷത്തുള്ള ആൾക്കാരൊക്കെ, ത്വലാഖിൽ ഞങ്ങളങ്ങ് ഒപ്പിട്ടുതരണമെങ്കിൽ അക്കൊടുത്ത മഹറും കൊടുത്ത് തരണം. പുതിയാപ്പളിനെ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങളും ആ പെണ്ണുമായിട്ടൊരു ഭാര്യ ഭർത്താവ് ബന്ധിക്കും പോലെ സംബന്ധിക്കും പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഒന്നിലധികം തവണ ഏർപ്പെട്ടിട്ടുണ്ട്. ഭാര്യ എന്നേൽക്കാണ്, ഹറാമൊന്നുമല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മഹർ ചോദിക്കുന്നത്? പക്ഷേ ചില രക്ഷിതാക്കൾ അവിടെ വാശി പിടിക്കുന്നു, കിട്ടിയെങ്കിലേ ഒപ്പിട്ട് തരൂ, അല്ലെങ്കിൽ കേസിന്റെ പിന്നാലെ പോകും. വിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് ആ വാങ്ങുന്നത് കടുത്ത ഹറാമാണ്. ആ സ്വർണം, ആ കിട്ടിയ പവന്, ആ കിട്ടിയ മഹർ 100 പവനുണ്ടെങ്കിലും ശാരീരിക ബന്ധം പുലർത്തിയോ 1 കാപ്പവൻ പോലും, 1 ഗ്രാം പോലും
ഭർത്താവിന് തിരിച്ചു വാങ്ങാൻ പാടില്ല. ആ പെണ്ണിങ്ങോട്ട് വിറ്റുതാ, ഒരു 5 പവന് വിറ്റിട്ട് പൈസ നോടി എന്ന് പറഞ്ഞാ വാങ്ങാ, അത് കച്ചവടം നിൽക്കാണ്. കൊടുത്ത മഹർ എന്ന നിലയ്ക്ക് തിരിച്ചു വാങ്ങാൻ പാടില്ല. സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാം നൽകുന്ന വലിയൊരു സൗന്ദര്യമാണത്, അവകാശമാണത്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തെല്ലാം അടവുകളാ പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു മസ്ലഹത്തിൽ സംബന്ധിച്ച് ഒരു ബാപ്പ പറയുന്നുണ്ടപ്പോ ഞാൻ അങ്ങനെ മരിച്ചു, പഠിച്ചവനെ ഇതിനും വേണ്ടി മരിക്കാന്ന്. അയാൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആഖിറത്തിൽ ഇതൊക്കെ വലിയ വലിയ കീറാമുട്ടിയ ഓട്ടോ നിങ്ങക്ക് തലവേദന ആവും. അപ്പൊ അയാൾ പറഞ്ഞു, ആഖിറത്തിലല്ലേ ഇത്, ഇവിടുത്തെ കാര്യം ഇവിടെ കഴിയട്ടെ എന്ന്. കിട്ടണോട് കിട്ടണം, അതിനെന്തും പറയും. അത് നീതിയാണോ സഹോദരങ്ങളെ? ആ വാങ്ങുന്നത് അനീതിയല്ലേ, തെറ്റല്ലേ ആ വാങ്ങുന്നത്? അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. ദീനിന്റെ നിയമം എന്താണോ അതിനനുസരിച്ച് നിന്നൊടുക്കണം. എന്റെ മോൻ അധ്വാനിച്ചുണ്ടാവിന് ആരോ കട്ടുകൊടുത്തിട്ടാണോ സാധാരണ മഹർ കൊടുക്കല്? ആ അധ്വാനത്തിന് ആ പെണ്ണിന് അല്ലാഹു തആല നൽകുന്ന ഒരു സ്റ്റേജാണത്. ഒരൊറ്റ ദിവസമാണ് അങ്ങനെ കിടന്നതെങ്കിലും ബന്ധപ്പെട്ടതെങ്കിലും തിരിച്ചിട്ടില്ല. ഇനി ബന്ധപ്പെടാതെയാണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഫനിസ്ഫു മാ ഫറൽതും, കൊടുത്തതിന്റെ പകുതിയെ വാങ്ങാൻ പാടുള്ളൂ, പകുതി അപ്പുറത്തേക്കുള്ളതാണ്. ശാരീരിക ബന്ധമൊന്നും പുലർത്തിയിട്ടില്ലെങ്കിൽ. അവിടെ ചിലർ കുറച്ചുകൂടി ഊക്കിലാ പറയും. ആ പറയുന്ന ഭാഷ ഒന്നോട് ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ പേടിച്ചു പോകണം. എന്താ റബ്ബേ മനുഷ്യന്മാരിങ്ങനെ പറയണത്? സത്യത്തിൽ ഈമാൻ ഉറക്കാത്തതുകൊണ്ടാണത്. ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഏത് വിധി പറയുന്നിടത്തും നീതിയുടെ പക്ഷത്തെ നിൽക്കാൻ കഴിയൂ. അത്ര വലിയ ഈമാനുള്ള ആളല്ലേ അലി റളിയല്ലാഹു അൻഹു. കീഴില് ശമ്പളം വാങ്ങുന്ന ശുറൈഹുൽ ഖാദിയോട്, ജഡ്ജിയോട് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ആളെ മാറ്റിയിട്ട് വേറെ ആളെ നിർത്താൻ കഴിയൂലേ? പക്ഷെ അതല്ല, എന്ത് ഹുക്മ് ചെയ്യുന്നോ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കും. ആ ഉറച്ചു നിൽക്കുന്നിടത്താണ് ഖൽബിലുള്ള ഈമാൻ ശരിയായ നിലക്ക് തറുവാകുന്നത്. എന്ത് കിട്ടിയാലും ശുക്ർ ചെയ്യും, എന്ത് പരീക്ഷണം വന്നാലും ക്ഷമിക്കും. ഈ 4 കാര്യങ്ങളിൽ സഹോദരന്മാരെ നമ്മുടെ ഖൽബങ്ങനെ ഉറച്ചു നിൽക്കണം. സുബ്ഹാനല്ലാഹ്, നൂറുൻ അലാ നൂർ. ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഖൽബുണ്ടല്ലോ, നൂറിന്റെ പുറമെ നൂറ്, പ്രകാശത്തിനുമേൽ പ്രകാശം, വെളിച്ചത്തിനുമേൽ വെളിച്ചം, അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. യതഖല്ലബു ഫീ ഖംസത്തിൻ മിൻ നൂർ, 5 പ്രകാശങ്ങളിലായിട്ട് ഖൽബങ്ങനെ മാറി മറിയും. ഫകലാമുഹു നൂറുൻ, ഈ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾക്കിടയിൽ നല്ലോണം സ്ഥിരതയുള്ള സ്ഥൈര്യമുള്ള ഖൽബ്, ആ ഖൽബ് കൊണ്ട് ആ ഖൽബുള്ള മനുഷ്യൻ പറയുന്ന ഒരു കലാമു നൂറാണ്. വകലാമുഹു നൂറുൻ വഇൽമുഹു വഅമലുഹു നൂറുൻ, അവന്റെ അമൽ, അവൻ ചെയ്യുന്ന കർമ്മ മേഖല നൂറാണ്. വമദ്ഖലുഹു നൂറുൻ, അവൻ പ്രവേശിക്കുന്ന ഖബറുണ്ടല്ലോ വെളിച്ചമാണ്, നൂറാണ്. വമഖ്റജുഹു നൂറുൻ, ഖബറിൽ നിന്നവൻ പുറത്തു വരുമ്പോഴും നൂറാണ്. വമസീറുഹു ഇലാ നൂരി യൗമിൽ ഖിയാമത്തി ഇലൽ ജന്ന, 5ാമതായി അവനൊരു നൂറല്ല കൊടുക്കാനുണ്ട്, അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള നൂറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയ നൂറ്, ആ നൂറ് നാൾക്ക് നാൾ വളർത്തണം. അതിന് നല്ല ഇൽമു സ്വീകരിക്കണം. ആ ഇൽമു സ്വീകരിച്ചാൽ അതുകൊണ്ട് അമൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൽമു കൊണ്ട് നമ്മൾ അമൽ ചെയ്യുന്നവരാണോ, നമ്മളെ മക്കള് നമ്മളെ പിന്നാലെയാണ്, അവർ തെറ്റിപ്പോകൂല. അമലിന്റെ കുറവ് കൊണ്ട് നമ്മളെ മക്കള് വ്യതിചലിച്ചു പോകരുത്. നല്ലോണം ഹറാമിനെ ഹറാമ് പോലെ കണ്ട്, ഹറാമിനെ ഹറാമായി കണ്ട്, ഹലാലിനെ ഹലാലായി കണ്ട്, വാജിബിനെ വാജിബ് പോലെ മുറുകെ പിടിച്ച്, സുന്നത്തിന് അതിനനുസരിച്ചുള്ള സ്നേഹത്തിനും മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കുന്നവരാണോ, അവരെ പിൻപറ്റിയിട്ട് പിന്നാലെ തന്നെ ഒരു വ്യൂഹമുണ്ട്, അവര് വഴി പിഴക്കൂല. അതുകൊണ്ടാ നമ്മൾ ഇപ്പോഴും പലരും പറയാറുണ്ട്, ബാപ്പ അങ്ങനെ ചെയ്യാറുള്ളത്, വല്യാപ്പ അങ്ങനെ ചെയ്യാറുള്ളത്, വല്യമ്മ അങ്ങനെ ചെയ്യാറുള്ളത്. എന്തേ? അത് അവരെ അമലിന്റെ പ്രകാശമാണ്. ആ പ്രകാശം അടുത്ത തലമുറയിലേക്ക് പകർന്നതാണ്. അത് തൊട്ടടുത്ത തലമുറയിലേക്കും പകരണോ, നമ്മളതിൽ ഉണ്ടാകണം, നമ്മളത് മുറുകെ പിടിക്കണം, അത് വിട്ടുകൂടാ.
കർമ്മമേഖലയിൽ കുറവ് സംഭവിക്കരുത്. കർമ്മമേഖലയാണല്ലോ കാര്യമായിട്ട് മറ്റുള്ളവർ പിന്തുടരുന്നത്. ആ കർമ്മമേഖലയിൽ മുന്നിലെത്തുന്നവരാകണം. അള്ളാഹു നമ്മുടെ ഈമാനിൽ സിയാദത്ത് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈമാനിനെ സംബന്ധിച്ചും ഇവിടെ ഉദാഹരിച്ചിട്ടുണ്ട്. മസലു നൂരിഹി എന്നിടത്ത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന തഫ്സീർ, മസലു നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ നൂറിന്റെ ഉദാഹരണം കമിഷ്കാത്ത്, അതെ അതൊരു വിളക്കുമാടം പോലെയാണ്. ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. വിളക്ക് അവിടുത്തെ കൽബാണ്. ആ കൽബോ ഒരു സ്ഫടികത്തിലാണ്, അത് അവിടുത്തെ സ്വദറാണ്. അതൊന്നും ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശം പിന്നെ പിന്നെ അങ്ങനെ കത്തി കത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനങ്ങളെ മുന്നിൽ ഒന്നും വിശദീകരിക്കാതെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്ക് തങ്ങളൊരു വഴികാട്ടിയാണ്. ഒരു ഖുർആനും ഓതിക്കൊടുത്തിട്ടില്ല, ഒരു ഹദീസും ഓതിക്കൊടുത്തിട്ടില്ല. 40 കൊല്ലം തങ്ങളങ്ങ് ജീവിച്ചില്ലേ മക്കയില്. അന്നും ജനങ്ങൾക്ക് വഴികാട്ടി ആരാണ്? അന്നും അൽ അമീൻ ആരാണ്? അന്നും അമാനത്ത് ഏൽപ്പിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആളുകൾ വിളിക്കുന്നു അൽ അമീൻ. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. നബിയാണെന്ന് പറയാതെ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കാതെ തന്നെ ഇതൊരു നബിയാണെന്നവർ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. പലരും അങ്ങനെ അനുഭവിക്കുന്നു, പലരും വീക്ഷിക്കുന്നു. അങ്ങനെ വീക്ഷിച്ച കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ നടത്തം നോക്കുകയാണ്, അവിടുത്തെ സംസാരം വീക്ഷിക്കുകയാണ്, അവിടുത്തെ പ്രവർത്തനം നോക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനമാണ്. കഅബ പുനരുദ്ധരിക്കുന്ന സമയത്ത് എല്ലാവരും കല്ലേറ്റി കൊണ്ടുപോകുന്നുണ്ട് ചുമലില്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് 10-35 വയസ്സ് പ്രായമാണ്. കൂട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളും പോരൂ. തങ്ങളും കൂടി കൊടുത്തു. നാട്ടിലെല്ലാവരും ഒരു ഖൈറായ കാര്യത്തിൽ കൂടുമ്പോ തങ്ങളും അതിന് മുൻപന്തിയിലുണ്ട്. തങ്ങൾ കല്ലേറ്റുന്ന സമയത്ത് വെറും തോളിലാ കല്ലേറ്റുന്നത്. അബ്ബാസ് തങ്ങൾ പറഞ്ഞു, മോനെ, സഹോദരന്റെ പുത്രനാണല്ലോ, ആ നിലക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കല്ല് വെറും തോളിലേറ്റിയാല് അവിടെ കല വന്നു പോകും, പാടുവന്നു പോകും, അടയാളം വന്നു പോകും. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യും പോലെ തുണി അങ്ങ് അയച്ചിട്ട് അത് ഉരിഞ്ഞിട്ട് ഒരു കെട്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അവിടെ കല്ല് വെച്ച് കൊണ്ടുപോകണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തുണി ഉരിയാൻ നോക്കിയപ്പോഴേക്ക് തങ്ങൾ ബോധം കെട്ട് വീണുപോയി. എന്തേ കാരണം? അവിടുത്തേക്ക് അതൊരു അസാധാരണമാണ്. നഗ്നരായി മക്ക മുശ്രിക്കുകൾ അവിടെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും തങ്ങൾ അവിടെ സംബന്ധിച്ചിട്ടില്ല. മക്കയിലെ വീടുകളിൽ കല്യാണ മാമാങ്കങ്ങൾ നടക്കുമ്പോ അർദ്ധനഗ്നകളായ സഹോദരിമാരും നഗ്നന്മാരായ സഹോദരന്മാരും മദ്യപിച്ചിട്ട് കൂത്തരങ്ങ് സൃഷ്ടിക്കുമ്പോ അത്തരത്തിൽ ഒരു പോയിന്റിലും ഒരു പരിപാടിയിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി നിന്നിട്ടില്ല, കേൾക്കാനിരുന്നിട്ടില്ല. തങ്ങൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവർ നോക്കുന്നു. മരങ്ങൾ തങ്ങളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കൊടുക്കുന്നു, കല്ലുകൾ തങ്ങളോട് സലാം പറയുന്നു. അതുകൊണ്ടല്ലേ 40 വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി ലഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅത വ ഇന്നി ലഅരിഫുൽ ആൻ. മക്കയിൽ ഒരു കല്ലെനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ 40 വയസ്സെത്തുന്നതിന്റെ മുമ്പ് മക്കയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ കല്ലെനിക്ക് സലാം പറയാറുണ്ട്. ഇന്നും ആ കല്ലെനിക്ക് നല്ല പരിചയമുണ്ട്.
ഇങ്ങനെ തുടങ്ങി ധാരാളം ദൃഷ്ടാന്തങ്ങള്. വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം തങ്ങൾ സ്വീകരിക്കുന്നത് 40-ന് ശേഷമല്ലേ? ഖുർആനിന്റെ അവതരണം നടക്കുന്നത് അപ്പോഴല്ലേ? അതിനു മുമ്പ് തന്നെ യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. പിന്നെ ഖുർആൻ അങ്ങ് അവതരിച്ചപ്പോ നൂറുൻ അലാ നൂർ, ഒരുപാട് മുഅ്ജിസത്തുകളല്ലേ. എത്രയാണ് ഖുർആനിലൂടെയും മറ്റും അള്ളാഹു നൽകിയ അമാനുഷിക സിദ്ധികൾ. നൂറുൻ അലാ നൂർ, ഓരോ ദിവസവും ഓതിക്കൊടുക്കുന്ന ആയത്തില് അത്ഭുതങ്ങളുടെ കലവറയാണ്. ലോകത്തങ്ങനെ നടക്കുമോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നു. പലതും നടത്തത്തിൽ അവർ കാണുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ വിശദീകരിച്ച് പറയുന്നു, കിസ്റ വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിൽ വരും. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ, നിങ്ങളെ ഈ കയ്യിലെ കിസ്റ രാജാവിന്റെ വള ധരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്താ നബിയെ പറയുന്നത്? കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിലെ വള, അധികാരത്തിന്റെ ഒരു വള ധരിക്കാറുണ്ട്, അത് എന്റെ കയ്യിൽ ധരിപ്പിക്കേ? അങ്ങനത്തെ ഒരു സമയം വരും. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ സംഭവം നടക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അവിടുത്തെ പ്രവചനങ്ങൾ ഏതാ പാഴായി പോയത്? ഏതാ നടക്കാതെ പോയത്? മുഴുവൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ പുനർജന്മങ്ങള്, പുനർനിർമ്മിതികൾ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വരാനുണ്ട് പലതും. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പലതും, അനുഭവിച്ചവരാ നമ്മൾ പലതും, ഇനിയും അനുഭവിക്കാൻ പോകുന്നുണ്ട് പലതും. ഇപ്പോഴും നൂറുൻ അലാ നൂർ, ആ പ്രകാശം പ്രകാശത്തിനു മേൽ പ്രകാശം ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കിസ്റ കോട്ട ഇസ്ലാമിന്റെ കീഴിൽ വന്ന സമയത്ത് കോട്ടക്കകത്ത് കയറിയിട്ട് ആ വളയെടുത്തിട്ട് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചു. അന്ന് സുറാഖ് ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരുറ്റിച്ചു. വർഷങ്ങൾക്കപ്പുറം ജിറാനയിൽ ഉംറയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ജിറാനത്തിൽ ഒരുമിച്ച് കൂടിയ സമയത്താണല്ലോ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് സുറാഖത്ത് ബിൻ മാലിക്കിനോട്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കാണ്, പടച്ചോനെ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു. എന്തൊരു യാഥാർത്ഥ്യമാണ് കാണുന്നത്. നിങ്ങളെ കയ്യിലേക്കാണ് ഈ വള തരേണ്ടത്, കൈയൊന്ന് നീട്ടിത്തരൂ സുറാഖ. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വള ധരിപ്പിക്കുകയാണ്. എന്തെല്ലാം സംഭവങ്ങൾ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുന്ന വിവരം അന്ന് തങ്ങളെ ഹയാത്ത് കാലത്ത് ഒരു കുപ്പിയിൽ മണ്ണെടുത്തു കൊടുത്തിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉമ്മു സലമ, ഈ കുപ്പിയിലെ മണ്ണ് അവിടെ സൂക്ഷിച്ചോളൂ. ഈ മണ്ണിന് രക്തത്തിന്റെ കളർ വരുന്ന അന്ന് എന്റെ മോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. അന്നൊരു മുഹറം 10 അത് സംഭവിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുപ്പിയിലേക്ക് നോക്കുമ്പോ കുപ്പിയിൽ കാണുന്നത് രക്തത്തിന്റെ കളറാണ്, മണ്ണിന്റെ കളർ കാണാനില്ല. ശത്രുക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ ഷഹീദാക്കി പോയി. സഹോദരന്മാരെ, 1ഉം 2ഉം 10ഉമാണോ? എത്ര മുഅ്ജിസത്തുകൾ നമ്മളെ കൊണ്ട് പറയാൻ കഴിയോ? 90,000 മുഅ്ജിസത്തുകളുണ്ട്. അതിൽ പകുതിയിലധികം മുഅ്ജിസത്തുകളും ഖുർആനിലാണ്. ബാക്കി തങ്ങളെ പ്രവചനങ്ങളിലുണ്ട്. ഹയാത്ത് കാലത്തും സഹാബത്തിന്റെ കാലത്തും താബീങ്ങളുടെ കാലത്തും നടന്നതുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ നൂറ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നു. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ആ നൂറിലേക്ക് അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് വലിയ അവസരം കൊടുക്കും. നമുക്ക് അല്ലാഹു തആല ഈമാനിലായിട്ട് സുബൂത്ത് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, ഷജറത്തും മുബാറക്കയെ പറ്റി ഇടക്ക് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു. 1-2-3 ഹദീസുകൾ വായിക്കട്ടെ. തങ്ങൾ പറഞ്ഞു, ഇത്തദിമു ബിസ്സൈതി, സൈത്തെണ്ണ ഉപയോഗിച്ച് നിങ്ങൾ കൂട്ടാനുണ്ടാക്കൂ. ഞാൻ അർത്ഥം മാറ്റി പറയുന്നില്ല. ഇത്തദിമു ബിസ്സൈതി വദ്ദഹിനു ബിഹി, അതുകൊണ്ട് നിങ്ങൾ തലക്ക് എണ്ണ തേക്കൂ. ഫഇന്നഹു യഖ്റുജു മിൻ ഷജറത്തിൻ മുബാറക,
അത് ബറക്കത്തുള്ള ഒരു മരത്തിൽ നിന്നാണ് ആ എണ്ണ വരുന്നത്. അതുകൊണ്ട് അത് ഭക്ഷിക്കാൻ നല്ലതാണ്, ഉപയോഗിക്കാനും കുടിക്കാനും നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബിമാരെ സൽക്കാരത്തിൽ വരെ പ്രത്യേകം സെയ്ത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ശരീഖ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഗസ്റ്റായി ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നപ്പോ എനിക്കതാ ഒട്ടകത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഇറച്ചി കഷ്ണം ഇങ്ങോട്ട് മുറിച്ചെന്നെ ഭക്ഷിപ്പിച്ചു. അപ്പുറത്തൊരു പാത്രത്തിൽ നോക്കുമ്പോ ഇതെന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ആ ഇറച്ചിയില്ലേ, ആ ഇറച്ചി ഇതിലൊന്ന് മുക്കിയിട്ട് നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഇതെന്താണ്? അത് സെയ്ത്താണ് എന്ന് പറഞ്ഞു. ഹാദ സെയ്ത്തുൽ മുബാറക് അല്ലദീ ഖാലല്ലാഹു നബിഹി, നബി തങ്ങളോട് അല്ലാഹ് നല്ല ബറക്കത്തുള്ള മരമാണെന്ന് പറഞ്ഞ സെയ്ത്തില്ലേ, ആ മരത്തിൽ നിന്ന് കിട്ടിയ എണ്ണയാണ്. ഇത് ഉപയോഗിച്ചോളൂ, ഭക്ഷിച്ചോളൂ. നല്ലതാണ്, ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യകാദു സൈതുഹാ യുദീഉ എന്നിടത്ത് ചില പണ്ഡിതന്മാർ കൊടുത്ത തഫ്സീർ കാണാം. യകാദു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൻതിഖു ബിൽ ഹിക്മതി ഖബ്ല അൻ യുഹാ ഇലൈഹി, 40 വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വലിയ വലിയ ജ്ഞാനമാണ്. ബിന്നൂരില്ലദീ ജഅലല്ലാഹു ഫീ ഖൽബിഹി, തങ്ങളെ ഖൽബിൽ അല്ലാഹു തആല നട്ടു വളർത്തിയ, അല്ലാഹു പിടിപ്പിച്ച ആ ഒരു നൂറിന്റെ മഹത്വം കൊണ്ട് 40 എത്തിയിട്ടല്ല, 40 എത്തുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞതിൽ പഠിക്കാനുണ്ടാകും, പകർത്താനുണ്ടാകും ആളുകൾക്ക്. ഒരു വെറും കലാം ഉണ്ടായിട്ടില്ല, ഒരു വെറുതെ സംസാരം ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്തും തങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ പറഞ്ഞത് സ്വീകരിക്കാനും പഠിക്കാനും ഉണ്ടാകും. അതൊരു ഇൽമായിട്ട് ആളുകൾ സ്വീകരിക്കും. ഇത് വല്ലാത്തൊരു വിഷയമാണ്. അങ്ങനെ അൽ അമീൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാക്ക്, ആ വാക്ക് ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമാണ്. എപ്പോ? ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ. അതാണ് യകാദു സൈതുഹാ യുദീഉ എന്ന ആയത്തിന് അങ്ങനെയും ഒരു തഫ്സീർ കൊടുത്തത് കാണാം. ഇരിക്കട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തെരുമാറാകട്ടെ. ആ ഈമാനിന്റെ സൂക്ഷിപ്പിന് വേണ്ടിയാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല വലിയൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? അത് നമ്മളൊക്കെ ഒന്നുകൂടി സജീവാകണം. ഇപ്പൊ ഈ ദിവസത്തിൽ അതന്നെ ഈ ആയത്തന്നെ വന്ന് കുറച്ചുകൂടി നന്നായി ഞാൻ ചിന്തിക്കുകയാണ്. ഈമാൻ ഒന്നുകൂടി കൂടിക്കിട്ടാൻ വേണ്ടിയിട്ട്, ഹിദായത്ത് കൂടിക്കിട്ടാൻ, അള്ളാഹു നൽകിയ നൂറ് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ആ മിഷ്കാത്ത്, നേരത്തെ പറഞ്ഞ ആ മിഷ്കാത്ത് ഉണ്ടല്ലോ, കത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ബറക്കത്താക്കപ്പെട്ട മരത്തിൽ നിന്നുള്ള എണ്ണ എടുത്തിട്ട് ഒരു സ്ഫടികത്തിലാക്കി വെച്ചിട്ട്, ഒരു വിളക്ക് സ്ഫടികത്തിൽ വെച്ച്, അത് വിളക്ക് മാടത്തിൽ വെച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് മാടമില്ലേ, അത് ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളിലുണ്ട്. ചില വീടുകളിൽ ചെന്നാൽ നമ്മുടെ ഖൽബ് അങ്ങനെ പ്രകാശിക്കും. ഏതാണ് ആ വീട്? അതിനല്ലാഹു അൻ തുർഫഅ, അതിനെ ഉയർത്തപ്പെടാൻ അള്ളാഹ് അനുവദിച്ചിരിക്കുന്നു, അതിനെ ബഹുമാനിക്കാൻ അള്ളാഹ് അനുവാദം തന്നിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് ഉയർച്ച നൽകും. നമ്മൾ അതിനെ പരിപാലിച്ചാൽ അത് പരിപാലിക്കണം. എന്നും പരിപാലിക്കപ്പെടേണ്ട വീടാണ്. വയുദ്കറ ഫീഹാ ഇസ്മുഹു, അല്ലാഹുവിന്റെ ഇസ്മ വീട്ടിൽ എപ്പോഴും പറയപ്പെടണം. ബിൽ ഗുദുബി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 24 മണിക്കൂർ എന്നാണ്. 24 മണിക്കൂറും അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്ന വീട് ഏതാണെന്നറിയോ സഹോദരങ്ങളെ? പള്ളികളാണ്. നമ്മൾ അവിടുന്ന് ഇപ്പൊ പോന്നെങ്കിലും അവിടെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, സദാസമയത്തും ഉണ്ട്. നമ്മുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല, നമ്മുടെ ഓഫീസുകളിൽ അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല, നമ്മുടെ സദസ്സുകളിൽ അങ്ങനെ സദാ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ അല്ലാഹ് ബഹുമാനിക്കപ്പെടാനും ഉയർത്തപ്പെടാനും അനുവാദം നൽകിയ ഭവനങ്ങളില്ലേ, അവിടെ അവർ സദാസമയത്തും ഉണ്ട്. ആ വീടുകളിൽ നമ്മൾ ചെന്നിരുന്നാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനം നൽകിയ സ്ഥലത്താണ് ചെന്നിരിക്കുന്നത്. ആരാണ് ആ വീടുകളിൽ ചെന്നിരിക്കുന്നവര്? ആരാണ് ആ വീട്ടിൽ കാര്യമായിട്ടുള്ളത്? റിജാലുൻ, ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. പള്ളിയിൽ കയറുന്നവർക്ക്, പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്ക് ആണത്വമുള്ളവർ എന്നൊരു പ്രയോഗം അല്ലാഹ് നടത്തിയിട്ടുണ്ട്. ആൺകുട്ടികളാണ്. നിസ്കാരത്തിനും ജമാഅത്തിനും സജീവ സംബന്ധിക്കില്ലേ, ഓരോ നാട്ടിൽ ആണത്തുള്ളവരാണ്, മഹത്തുള്ളവരാണ്. ഓലെ പോലെ മഹത്തുള്ളവരാരാ?
റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈ. കച്ചവടമോ മറ്റു ബിസിനസ്സുകളോ ഏർപ്പാടുകളോ ഒന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയാത്ത ഇഖാമിസ് സ്വലാത്തി സംഘടിത നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയാത്ത, സക്കാത്ത് കൊടുക്കുന്നതിന് ശ്രദ്ധ മാറ്റിക്കളയാത്ത നല്ല നല്ല പുരുഷന്മാർ, നല്ല മഹത്വമുള്ളവർ, ഭാഗ്യമുള്ളവർ ആ ഭവനങ്ങളിലുണ്ട്, ആ വീടുകളിലുണ്ട്, അല്ലാഹു തആല ബഹുമാനിക്കാൻ കൽപ്പിച്ച വീടുകളിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ വീടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ നൂറ് ലഭിക്കും. നമ്മുടെ ഖൽബ് ആ വീടുകളിൽ ചെന്നാൽ ഈമാൻ കൊണ്ട് പ്രകാശിക്കും. നമ്മുടെ ഖൽബിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ അമലിന് എല്ലാ തലങ്ങൾക്കും സ്വീകാര്യത ലഭിക്കും. അൽഹംദുലില്ലാഹ്. വിഷയം ഒന്ന് പൂരിപ്പിക്കുക. ഈ ആയത്തും പൂരിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ പറയാം. അപ്പൊ അള്ളാഹു ബഹുമാനം നൽകാൻ, ഉയർത്തപ്പെടാൻ അനുവാദം നൽകിയ പ്രത്യേക ഭവനങ്ങൾ അത് പള്ളികളാണ്. ആ പള്ളികളിൽ തസ്ബീഹുമായിട്ടും ആ പള്ളികളിൽ ദിക്റുമായിട്ടും ഖുർആനുമായിട്ടും സ്വലാത്തുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവരെ അല്ലാഹു തആല വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല ഈമാൻ ഏറ്റിക്കൊടുക്കും. അതിന് സഹോദരിമാരെ എന്തിക്കും, ഞങ്ങൾക്ക് ഇപ്പൊ എന്താ വകുപ്പുള്ളത്? നിങ്ങൾക്കതിൽ വലിയ വകുപ്പുണ്ട്. ഞാനത് പറയാം. അതെന്താണെന്നറിയോ? ഈ പുരയിലിരിക്കുന്ന ആളെ പതുക്കെ അങ്ങോട്ട് പറഞ്ഞാച്ചാല് അവര് പോയിട്ട് അവിടെ ചെയ്യുന്ന എല്ലാത്തിന്റെയും വലിയൊരു ബഹുമാനം കിട്ടും. അപ്പൊ നിങ്ങളാണ് ശരിക്കും സത്യത്തിൽ ഇതിന്റെ ആളുകളായി മാറേണ്ടത്. പുരയിൽ ഇവരിങ്ങനെ ഇരിക്കും, അല്ല നിങ്ങൾ പോണില്ലേ, വാങ്ങൊടുത്ത് 5 മിനിറ്റായി, 15 മിനിറ്റായി, 25 മിനിറ്റ് ആകുമ്പോൾ നിസ്കാരം തുടങ്ങും, നിങ്ങൾ പോകുന്നില്ലേ? 2-3 പ്രചോദനങ്ങൾ കൊടുക്കുമ്പോൾ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആ വാക്കുകൊണ്ട് അവരൊന്ന് ഇറങ്ങി കിട്ടിയാൽ അവരാ നടക്കുന്ന നടത്തം, പോയി ചെയ്യുന്ന നിസ്കാരം, ജമാഅത്ത്, ദുആ, ദിക്ർ, ഇത്തികാഫ് തുടങ്ങിയ എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. സ്വഹാബി വനിതകൾ സ്വീകരിച്ചൊരു ശൈലി അതാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അടക്കം സ്വീകരിച്ച ശൈലി അതാണ്. ആ പള്ളിയിൽ പോകുന്ന പുരുഷന്മാര് അവര് ചില്ലറക്കാരല്ല. അവര് ദിക്ർ ചൊല്ലുന്നതിൽ നിന്നും നിസ്കാരം ജമാഅത്തായി നടത്തുന്നതിൽ നിന്നും മറ്റു ഭൗതിക കാര്യങ്ങളൊന്നും അവരെ ശ്രദ്ധ തിരിച്ചിട്ടില്ല. കച്ചവടം നടത്തുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഏർപ്പാട് ചെയ്യുന്നുണ്ട്, ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട്, കൊല്ലപ്പണിക്കാരുണ്ട്, പലരും ഉണ്ട്. അതൊക്കെ ഉള്ളതോടൊപ്പം ദീനിയായ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിയാത്ത നല്ല ബോധമുള്ള ആളുകളാണ്. എന്തേ അവരെ ശ്രദ്ധ മാറാത്തത്? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കൽബും കണ്ണും മാറി മറിയുന്നൊരു ദിനം വരാനുണ്ട്. ആ ദിനം അവർ വല്ലാതെ പേടിക്കുന്നു. സത്യത്തിൽ അവർക്ക് എന്തിനാ പേടി? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടുകഴിയുന്ന മഹാന്മാരല്ലേ. എന്നാലും അല്ലാഹ് എന്നെ സ്വീകരിച്ചോ, എന്റെ അമൽ അല്ലാഹ് തള്ളിക്കളയുമോ എന്ന വലിയ പേടി കൊണ്ട് എല്ലാ ടൈമിലും നിസ്കാരത്തിനും ജമാഅത്തിനും ഏത് പണിയും നിർത്തി അവര് വരുന്നു. ക്ഷീണം ബാധിച്ച് ഉറങ്ങുകയല്ല, ഇത്രയൊക്കെ മതി എന്ന അലംഭാവവുമല്ല. ഒരൊറ്റ ഹദീസ് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൽ മുഅ്മിന ഇദാ മശാ ഫിൽ മസ്ജിദ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളിയിലേക്ക് എത്തിയാൽ, നടന്നു വന്നാൽ എന്നാ ഹദീസിലുള്ളത്, വാഹനത്തിൽ വന്നാലും കിട്ടും, അല്ലാഹു തആല പറയും, അബ്ദീ സാറനി, എന്റെ അടിമ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. പള്ളിയിൽ വരുന്ന ആള് ആരെ സന്ദർശിക്കാനാ വരുന്നത്? അവിടെ മറ്റാരുമില്ലല്ലോ, അല്ലാഹു തആലയിലേക്ക് മാത്രമല്ലേ മനസ്സ് തിരിച്ചു വരുന്നത്. വഅലയ്യ ഖിറാ, അവനെ സൽക്കരിക്കൽ എന്റെ ബാധ്യതയാണ്. വലൻ അർലാലഹു ഖുറൻ ദൂനൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു സൽക്കാരവും കൊടുക്കാൻ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സന്തോഷത്തോടെ സ്വർഗലോകത്തെ സമ്മാനം കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ നസീഹത്തും ഇന്ന് മിഅ്റാജ് രാവാണ്. നമുക്ക് വലിയ ഭാഗ്യം കിട്ടിയതാണ്. നമ്മൾ നിശ്ചയിച്ചിരുന്നത് നേരത്തെ സമാപനത്തിലേക്ക്. ഞാനിവിടെ വന്നപ്പോഴാണ് തങ്ങൾ പാപ്പ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. മിഅ്റാജ് രാവിലെ അവരുടെ നേതൃത്വത്തിലുള്ള നല്ല ദുആ, നമുക്കിന്ന് വലിയ ദുആഇന് മഹാന്മാരൊക്കെ നേതൃത്വം നൽകി വിവിധ ഭാഗങ്ങൾ ദുആ സമ്മേളനം നടക്കുന്ന ഒരു സമയമാണ്. അൽഹംദുലില്ലാഹ്, നമുക്ക് വലിയൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ പ്രദേശത്തെത്തിയത് അവരുടെ നസീഹത്തും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട്
ദീനിയായ ഖിദ്മത്തിൽ തങ്ങൾ നമ്മളോട് ഉണർത്തുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഭാഗധേയം പങ്ക് നമ്മൾ അറിയിച്ചുകൊണ്ട് വിശുദ്ധ ദീനിന് വേണ്ടി എന്തെല്ലാം ഖിദ്മകൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതിൽ തങ്ങളുപ്പാപ്പ നമ്മളോട് എന്ത് നസീഹത്ത് എന്ത് ഉപദേശം പറയുന്നു അത് നന്നായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സദുദ്യമങ്ങൾ കാര്യങ്ങൾ സന്തോഷ പുരസ്സരമാക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മിഅ്റാജ് രാവിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൂടിയത് നമ്മൾ ഇന്നാണല്ലോ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സദസ്സ് വൈകൂല. നാളെ നോമ്പുള്ള ദിവസമാണെങ്കിൽ നോമ്പ് തുറക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ എത്തും. അതുകൊണ്ട് 7:30 തന്നെ നമ്മുടെ സദസ്സ് ആരംഭിക്കും, 9:30 സമാപിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്ന് വരുന്ന വഴിക്കും ഇറങ്ങാനൊക്കെ കുറച്ച് നേരം വൈകിയതുകൊണ്ട് ഒരുപാട് ബ്ലോക്കിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, ബ്ലോക്ക് എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് മാത്രം ബ്ലോക്ക് ഇല്ലാക്കൂലല്ലോ, അങ്ങനെ കാത്തുനിന്നുകൊണ്ടൊക്കെ നേരം വൈകിയതാണ്. റോഡ് പണി പലതും നടക്കണ്ടേ, നമുക്കൊക്കെ വേണ്ടിയല്ലേ റോഡ് പണി നടക്കുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കണമല്ലോ, എന്നാൽ കാത്തുനിന്നാണ്. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ തന്നെ എത്തും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.